നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഒരു പ്രാവശ്യം ഉപയോഗിച്ച സാധനങ്ങൾ പിന്നെയും പിന്നെ ഉപയോഗിക്കാൻ ഒരു മടുപ്പ, അറപ്പ. മനസ്സിലായോ? അവളുടെ ഒരു സ്നേഹം. നീ എന്താടി കരുതിയത്? ഞാൻ നിന്നെ കല്യാണം കഴിച്ച് ഈ വീട്ടിൽ കൊണ്ടുവന്ന നിന്നോട് എനിക്ക് സ്നേഹം ഉണ്ടാവുന്നോ? അതോ ഈ കൈലാസത്തിലെ രാജ്ഞിയാവാന്നോ? അങ്ങനെ എന്തെങ്കിലും ചിന്ത നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അതിനൊരു സോപ്പ് കുമിളയുടെ ആയുസ് പോലും ഞാൻ തരില്ല. കുത്തി പൊട്ടിച്ചുളയും ഞാൻ. മനസ്സിലായി? രാഹുലേട്ടാ, ഞാൻ രാഹുലേട്ടനെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടാ. രാഹുലേട്ടന്റെ സ്വത്തോ പണോ ഒന്നും കണ്ടിട്ടല്ല. രാഹുലേട്ടന്റെ സ്നേഹം ആത്മാർത്ഥമാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാ ഞാൻ രാഹുലേട്ടനെ സ്നേഹിച്ചത്. രാഹുലേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാനൊരു പെണ്ണ. ഒരു പെണ്ണിന്റെ മനസ്സിൽ ഒരാൾ സ്ഥാനം പിടിച്ച അതൊരിക്കലും മാറില്ല. മറക്കാൻ കഴിയില്ല അയാളെ, മരണം വരെ. നീ ഒരു കാര്യം മനസ്സിലാക്കണം. മനുഷ്യന് ജന്മസിദ്ധമായിട്ട് കിട്ടിയ കുറച്ച് ഗുണങ്ങളുണ്ട്. അതില് പെടുന്നതാണ് ഈ മറവി. മനുഷ്യൻ മാറും, മറക്കും, മരിക്കും. ഞാൻ മരിക്കുമായിരിക്കും, പക്ഷെ ഞാൻ രാഹുലേട്ടനെ മറക്കില്ല. മറക്കാൻ കഴിയില്ല എനിക്ക്. അതൊരിക്കൽ രാഹുലേട്ടന് മനസ്സിലാവും. നിന്ന് ചിലക്കാണ്ട് ഇറങ്ങി പോടി, എന്നിട്ട് പോയി ചാവ്. പോ. എന്താ രാജി, എന്തോ പറ്റി? ഒന്നുമില്ല ചേച്ചി, വാ നമുക്ക് പോവാം. നമ്മുടെ രണ്ട് ശത്രുക്കളും ഒരുമിച്ചാണല്ലോ പോയിരിക്കുന്നത്. ഇത് രണ്ടിന്റെ ഒടുക്കത്തെ പോക്കായാ മതിയായിരുന്നു. അതെ, ഈ പോക്കിൽ രണ്ടും ഒരുമിച്ചെന്ന് തീർന്നാ ഈ വീടിന് സമാധാനം കിട്ടിയേനെ. അവരിനി തിരിച്ചു വരില്ല. രണ്ടു പേരുടെ ഒടുക്കത്തെ പോക്ക് തന്നെയായത്. അതിനു വേണ്ട കാര്യങ്ങൾ ഞാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ആണോ? അതേന്ന്. രണ്ടുപേരും ഇവിടെ നിന്ന് പുറപ്പെട്ട കാര്യം ഞാൻ ആദ്യം അവരെ ഒന്ന് വിളിച്ചറിയിക്കട്ടെ. പോട്ടെ, ഓരോരുത്തരായി പോയി ചാവട്ടെ. ആദ്യം ഇവളുമാര് രണ്ടുപേര്, അത് കഴിഞ്ഞ് ദേവയാനി, അത് കഴിഞ്ഞ് രാഹുൽ, അത് കഴിഞ്ഞ് മാളു, അത് കഴിഞ്ഞ് മഹി. അയ്യോ, അത് വേണോ? മഹേട്ടിനെ കൊല്ലണോ? നിനക്കെന്താ പെട്ടെന്നൊരു മനമാറ്റം? നീ തന്നെയല്ലേ അവനെയും കൂടി കൊല്ലാൻ ആളെ ഏർപ്പാടാക്കിയത്? അതൊക്കെ മറന്ന് പെട്ടെന്ന് പ്രേമമായോ? പ്രേമവും മണ്ണാങ്കട്ടയൊന്നും അല്ല. എല്ലാരും കൂടി ഒരുമിച്ച് തട്ടിയാലേ നമ്മൾ അകത്ത് പോയി കിടക്കേണ്ടി വരും. അയ്യോ, അതെങ്ങനെ? അമ്മ, ഒരു കുടുംബത്തിലെ എല്ലാരെയും പലപ്പോഴായിട്ട് കൊന്നു കളഞ്ഞിട്ട് അവസാനം പെടി വീണൊരു പെണ്ണുപിള്ളയില്ലേ? ആ അവസ്ഥയായിരിക്കും നമുക്ക്. അത് വേണോ? വേണ്ട. അത് മാത്രമല്ല, എങ്ങാനും ജയിലിൽ പോയി കഴിഞ്ഞാലേ ടെൻഷനാവുമ്പോ എനിക്ക് ഇടയ്ക്ക് തിന്നാനും ഒന്നും കിട്ടില്ല. അപ്പൊ അറിയാലോ. അപ്പോ അത്യാവശ്യം പ്രശ്നക്കാരെ മാത്രം നമുക്ക് തട്ടാം. മനസ്സിലായി. തിരിച്ചു മലയിറങ്ങുമ്പോ തട്ടിക്കളഞ്ഞേക്കണം രണ്ടിനെ. ശരി സാർ, സാറിന് ഞങ്ങളെ വിശ്വസിക്കാം. അവരിനി വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് ഡെഡ് ബോഡി ആയിട്ടായിരിക്കും. ഓ, വെറുതെ പ്രസംഗിക്കണ്ട, കാര്യം നടത്തി കാണിക്കും. ഇല്ലെങ്കിലുണ്ടല്ലോ എന്റെ തനി സ്വരൂപം നീയൊക്കെ കാണും. കേട്ടാ? ഓക്കെ സാർ. സാറ് നല്ല ദേഷ്യത്തിലാ. ഇന്ന് തന്നെ കാര്യം നടത്തണം. അവളുമാര് വണ്ടി കയറുന്നുണ്ട്. വണ്ടിയെടുക്കും.
ചേച്ചി പറഞ്ഞ പോലെ ഇപ്പൊ മനസ്സിനൊരു സമാധാനമൊക്കെ തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാവുമെന്ന്. ചേച്ചി കൂടെ ഇല്ലായിരുന്നെങ്കിൽ എന്റെ അവസ്ഥ എന്താവുമായിരുന്നു? രാഹുലേട്ടന്റെ സ്വഭാവം മാറ്റിയെടുക്കാനായ മതിയായിരുന്നു. നിന്നെ പോലെ സ്നേഹിക്കാൻ അറിയാവുന്ന ഒരു പെൺകുട്ടിയെ ഭാര്യയായി ലഭിച്ച രാഹുലേട്ടന് നിന്റെ സ്നേഹം കണ്ടില്ലെന്ന് എത്ര നാൾ നടിക്കാനാവും? ഏത് ദുഷ്ടതയും സ്നേഹം എന്ന മരുന്നുകൊണ്ട് മാറ്റിയെടുക്കാനാവും. ദേ ഗംഗേച്ചി, അങ്ങോട്ടൊന്ന് നോക്കിയേ. അവിടെ എന്ത് ഭംഗിയാ. നമുക്കതൊരുന്ന് പോയാലോ? അത് വേണോ രാജി? വീട്ടിലെത്താൻ ലേറ്റ് ആവും. ഇത് കാണുമ്പോ മനസ്സിന് നല്ല ആശ്വാസവും സമാധാനവും തോന്നുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞ ചേച്ചി. ആ, ചേട്ടാ വണ്ടി ഒന്ന് അങ്ങോട്ടേക്ക് പോവോ? ശരി മാഡം. ആ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.